ഹലോ, ഞാനിന്ന് ജർമ്മനിയിലെ സൂപ്പർ മാർക്കറ്റ് വരെ പോവാണ്. ഏത് സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെ വാങ്ങിച്ചത് കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. ഇത് കാണാമെന്ന് അറിയില്ല. നമുക്കിങ്ങനെ സിഗരറ്റ് വലിക്കുന്ന പോലെ ഇങ്ങനെ പുകയൊക്കെ പോകുന്നത് കാണാം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും. ഇതാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ആൽദി എന്നാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഓട്ടോമാറ്റിക്കലി ഡോർ ഓപ്പൺ ആയി അകത്തേക്ക് കയറി. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ ഇവിടെ ലഭിക്കും കേട്ടോ. ഞാൻ രാത്രിയാണ് പോയത്, അതുകൊണ്ട് തന്നെ എല്ലാ പെട്ടികളും കാലിയായിരുന്നു. നമ്മുടെ ക്യാരറ്റ്, ഇഞ്ചിക്കൊക്കെ വിലക്കുറവാണ് കേട്ടോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ക്യാബേജ് ഉണ്ട്, വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. ചെറിയ ക്യാബേജും വലിയ ക്യാബേജും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സിൽ നമുക്ക് മഷ്റൂംസ് വരുന്നുണ്ട് കേട്ടോ. വെള്ള കളർ മഷ്റൂം ഉണ്ട്, ഒരു കാപ്പിപ്പൊടി കളർ മഷ്റൂംസ് ഉണ്ട്. അതെന്താ അതിൻ്റെ ഡിഫറൻസ് എന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് സലാഡിന് വേണ്ടിയുള്ള കട്ടിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ മല്ലിയില ഇവിടെ കണ്ടു. പിന്നെ ഇഷ്ടം പോലെ മീനുകളുണ്ട്, അത് ചെറുതായിട്ടും വലുതായിട്ടും. ചിക്കൻ ഉണ്ട്, പിന്നെ ബീഫ് ഉണ്ട്, പോർക്കുണ്ട്. ഇതൊക്കെ മസാല പുരട്ടിയതും മസാല പുരട്ടാത്തതും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സലാഡുള്ള ക്യാരറ്റ്, കുക്കുംബർ, നമ്മുടെ റോബസ്റ്റ പഴം, മഞ്ഞയാണ് കേട്ടോ, പച്ചയല്ല. പിന്നെ തക്കാളിക്കാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തക്കാളികളാണ്. വലുതും ചെറുതും കവറിനകത്തിട്ടതും ബോക്സിലിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഉരുളക്കിഴങ്ങ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വലുതും ചെറുതും. പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ മരച്ചീനിയാണ് കേട്ടോ. മരച്ചീനി നമ്മുടെ മധുരക്കിഴങ്ങ്, അത് ഞാൻ എല്ലാ ഷോപ്പിലും കാണാറുണ്ട് ഇവിടെ. പിന്നെ ആപ്പിളുകളുണ്ട് ഫ്രൂട്ട്സിൻ്റെ സൈഡിലേക്ക് പോയപ്പം. പിന്നെ സവോള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളർ, ചുമല, വെള്ള, ലൈറ്റ് റെഡ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫ്രൂട്ട്സ് കണ്ടു. നമ്മുടെ കൈതച്ചക്ക അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. മാങ്ങ കണ്ടു. മാങ്ങ നല്ല മാങ്ങ തോന്നുന്നു, അറിയില്ല. മാങ്ങ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അവക്കാഡോ ഉണ്ടായിരുന്നു. മാങ്ങ തേങ്ങ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ മാങ്ങ വാങ്ങിച്ചേനെ, പക്ഷെ തേങ്ങ കിട്ടിയില്ല. പിന്നെ ഞാൻ കണ്ടു നമ്മുടെ കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു, അതും വാങ്ങിച്ചു. ഒരു അരിയും വാങ്ങിച്ചു. നമ്മുടെ കുത്തിരിച്ചോറല്ല കേട്ടോ, കുത്തിരി ഞാൻ നോക്കി പക്ഷെ കിട്ടിയില്ല, ചാക്കരിച്ചോറാണ് കിട്ടിയത്. പിന്നെ ഇതൊക്കെ ബീഫ് ഐറ്റംസാണ്. പിന്നെ ബ്രെഡിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇവിടെ നിറയെ ബ്രെഡാണ്, എവിടെ പോയാലും ബ്രെഡ്, ബണ്ണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം കാലിയായിരുന്നു. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബണ്ണുകളൊക്കെ ഞാൻ കാണിച്ചു തരായിരുന്നു, പക്ഷേ എല്ലാം കാലിയായി. ഇതാണ് ബ്രെഡ് പീസാക്കി മുറിക്കുന്ന മെഷീൻ കേട്ടോ, അതും അവിടെ ഫിനിഷായി. പിന്നെ ഞാനൊരു റൈസ് എടുത്തു, ബസുമതി റൈസ് എടുത്തു. പിന്നെ മുട്ട, ഇത് മുട്ട നെതർലാൻഡിലുണ്ട്, ഡോയ്ച്ച്ലാൻഡിലുണ്ട്. ഡോയ്ച്ച്ലാൻഡ് എന്ന് വെച്ചാൽ ജർമ്മനിയാണ് കേട്ടോ. പല രാജ്യത്തു നിന്ന് വരുന്ന മുട്ടകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ എല്ലാം ടിന്നുകളിലാണ്. ഇതിപ്പോൾ ഇഞ്ചി ഉണ്ട് ഇതിനകത്ത്, ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം ഉപ്പിലിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. വെജിറ്റബിൾസാണ്. ഇത് വാങ്ങിയിട്ട് നമുക്ക് കറിയിലിട്ടാലും മതി, പക്ഷേ എല്ലാത്തിനും ഒരു വിനാഗിരിയും ഉപ്പും ഒക്കെ ചുവയ്ക്കും. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ഫ്രഷ് ഇടുന്നത് തന്നെയാണ് എപ്പോഴും ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്രഷാണ് എടുക്കാറ്. പിന്നെ ഞാൻ കണ്ട സാധനമാണ് നമ്മുടെ തേങ്ങാപ്പാൽ, അത് ഞാൻ ഒരെണ്ണം വാങ്ങി കേട്ടോ. പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. ചോക്ലേറ്റ്സിനൊന്നും ഒരു കുറവില്ല, ഇഷ്ടം പോലെ ചോക്ലേറ്റ്. എൻ്റെ കൈ കടിച്ചുകൊണ്ട് കുറച്ചേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതാണ് ചിപ്സ്, എരിവുള്ളതും എരിവില്ലാത്തതും. അത് പിള്ളേരെന്നോ വലുതെന്നോ ഒന്നുമില്ല കേട്ടോ, എല്ലാവരും കഴിക്കുന്ന കാണാം. ഇഷ്ടം പോലെ ചിപ്സാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിപ്സ്. ഞാൻ ആഗ്രഹിച്ചു പോയി നമ്മുടെ ലേസോ കുറുക്കുറയോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ ബിരിയാണിയോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ, എല്ലാവരും ഐറ്റംസ് ആയിരുന്നു. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്, ഞാൻ കാണാത്ത ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഇതെന്നെ ഈ കാഴ്ച എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. നമ്മുടെ ആയുർവേദ ആശുപത്രികളിൽ കഷായം വെച്ചേക്കുന്ന പോലെയാണ് ഇവിടെ ബിയറും വോഡ്ക്കയും ഒക്കെ വെച്ചിരിക്കുന്നത്. ഇഷ്ടം പോലെ സാധനങ്ങളാണ്. എൻ്റെ കൈ മടുത്ത് ഇത് ഷൂട്ട് ചെയ്തിട്ട്, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഈ എല്ലാ ടൈപ്പും ഉണ്ട്. നമ്മുടെ പോലെ ബാറിൽ പോയിട്ട് ക്യൂ നിൽക്കണ്ട, സൂപ്പർ മാർക്കറ്റിൽ പോവുക, എടുക്കുക, ബില്ലടിക്കുക, കൊണ്ടുപോവുക. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ സിസ്റ്റം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് ഇത്രയും സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത്, ഈ ഐറ്റംസ്. പിന്നെ യോഗേർട്സ്, എല്ലാ ടൈപ്പ് ഓഫ് യോഗേർട്സും ഉണ്ടായിരുന്നു. ഞാനൊരു നമ്മുടെ നാടൻ തൈരെടുത്തു. സാലഡോ
മോര് കാച്ചാനും ഒക്കെ ആയിട്ട് ഞാനതെടുത്തത്. പിന്നെ യോഗേർട്സ് ഇഷ്ടം പോലെ തൈരിൽ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ചേർത്തിട്ടാണ് അവർ യോഗേർട്സ്. ഇതൊക്കെ രാത്രിയിൽ ഒരെണ്ണം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ, ദഹനത്തിനും നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇപ്പോൾ ആപ്പിളിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ മുന്തിരിയുടെ ടേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കിവിയോ അവക്കാടയോ എല്ലാ ടൈപ്പും ഉണ്ട്. ഞാൻ അവിടെ കണ്ട ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ് കേട്ടോ. അവക്കാടയുടെ മുകളിൽ മുസ്ലി ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നു, അത് കൂട്ടി നമുക്ക് ആ യോഗേർട്ട് കഴിക്കാം. അതൊക്കെ ഹെൽത്തിന് നല്ലതാണ്. ഹെൽത്തിന് നല്ലതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷേ കൂടുതലും ഇങ്ങനെയാണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാലുകളുണ്ട്. നമ്മുടെ മിൽമ മാത്രമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അത് ഒരുപാട് കാച്ചേണ്ടതും ഒരുപാട് കാച്ചണ്ടാത്തതും വെള്ളം കൂടുതലുള്ളതും വെള്ളം കുറവുള്ളതും അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഹണി, ജാം ഐറ്റംസ്. പിന്നെ ഞാൻ കണ്ടാണ് തേയില. എൻ്റെ പൊന്നോ, എന്തുമാത്രം തേയിലയാണ് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. എല്ലാ ഫ്ലേവേഴ്സും, ഒറ്റ ഫ്ലേവർ നമുക്ക് സാധാരണ ചായ കുടിക്കാനായിട്ട് ഞാനൊരു ചായപ്പൊടി തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. മുഴുവൻ ഇങ്ങനെ ഫ്ലേവേർഡായിട്ടുള്ള ചെമ്പരത്തിയുടെ ഫ്ലേവറോ സൺഫ്ലവറിൻ്റെ ഫ്ലേവറോ അതുപോലെ തന്നെ കാപ്പിപ്പൊടികളൊക്കെ ഇഷ്ടം പോലെയാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എല്ലാ ഫ്ലവേഴ്സിൻ്റെയും തേയിലപ്പൊടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ. ഞാനതൊന്നും വാങ്ങിയില്ല. ഈ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കില്ല. നമ്മുടെ സാധാ കട്ടൻ ചായയും സാധാ പാലും ചായ ഒന്നും കുടിക്കുന്ന പോലെ അല്ല ഇത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സെക്ഷനിൽ നോക്കിയേയില്ല. പിന്നെ നമുക്ക് എല്ലാം ഇവിടെ ഫ്രീസ് ഐറ്റംസാണ്. ഇഷ്ടം പോലെ ഫ്രീസിങ് ഐറ്റംസ് ഉണ്ട്. എളുപ്പമാണെന്ന് വെച്ചാൽ എളുപ്പമാണ്. നമ്മുടെ മലയാളീസിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണിത്. കാരണം പൊട്ടിക്കുക, ഇടുക, ആയി നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ കേക്ക്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിസ്സ, ഇതെന്താണാവോ ഇത്, ഇതൊക്കെ ഫ്രീസിങ് ഐറ്റംസ് ആട്ടോ. പാസ്ത ഐറ്റംസും ഞാനൊരു 2, 3, 4 പാസ്ത എടുത്തു. കാരണം എന്തെങ്കിലും പെട്ടെന്ന് ചോറും കറിയും വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് സമയം കിട്ടിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പാസ്തയൊക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മളെല്ലാം വെള്ളം കുപ്പികളും വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല, അതിൽ കാൽക്കുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ബോട്ടിൽസാണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രില്ലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, പാത്രം കഴുകാനായിട്ട്. പാത്രം കഴുകുന്ന കുറേ ഐറ്റംസ്, കുറേ പാനീയങ്ങൾ കുടിക്കാനായിട്ടുള്ളത്. പിന്നെ വീണ്ടും കോഫി പൗഡർ. പിന്നെ നല്ല ഫ്ലവേഴ്സ് എല്ലാ ഷോപ്പിലും ഉണ്ടാവും. നമ്മൾ പാരൻസിനെ കാണാൻ പോകുമ്പോഴൊക്കെ ഫ്ലവേഴ്സ് അവർ കൊടുക്കുന്നത് അവരുടെ ഒരു സ്റ്റൈലാണ്, കൾച്ചറാണ് കേട്ടോ. നമ്മളപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. എല്ലാം പെട്ടെന്നായി നമ്മുടെ ബില്ല് കിട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഷോപ്പിലേക്കാണ് പോകുന്നത്. കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് വാങ്ങിക്കേണ്ടത് കിട്ടിയില്ല. അതിൻ്റെ പേരാണ് എഡിക്ക. അപ്പോൾ നമ്മൾ എഡിക്ക സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ പോവാം കേട്ടോ. ഞാനിവിടെ ആൾക്കാർ നിൽക്കുന്ന കണ്ടില്ലായിരുന്നു, അറിയാണ്ട് എടുത്തതാണ്. അവിടെ എന്ത് നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ സവോളയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഒക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലവേഴ്സിന് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഗേൾ ഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനൊക്കെ അല്ല കൊടുക്കണേ, ഇവിടെ പാരൻസിനോ കസിൻസിനോ ഒക്കെ അവർ കൊടുക്കും കേട്ടോ. ഇവിടെ നമ്മുടെ മധുരക്കിഴങ്ങ് കിടപ്പുണ്ട്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ക്യാബേജ്, വെള്ള, ചുമല, ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. തക്കാളിക്ക ഡിഫറെൻറ്റ് ടൈപ്പ്, ഇഞ്ചി, മഞ്ഞൾ, മുട്ട എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കത്രിക്ക ഇരിക്കുന്നുണ്ടോ, കത്രിക്ക, ഇഷ്ടംപോലെ സാധനങ്ങൾ ഡിഫറെൻറ്റ് കളറിലുണ്ട്. മഞ്ഞ, ചുമല, പച്ചമുളക് കണ്ടില്ലേ എത്രമാത്രം കളറാണെന്ന്. തക്കാളി, കുറേ പേരെനിക്കറിയില്ല, എനിക്കറിയാവുന്നതിൻ്റെ പേരൊക്കെ ആയിട്ടോ നിങ്ങളോട് പറയണത്. എനിക്കിവിടെ കളർഫുള്ളായതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്ത് ഭംഗിയല്ലേ കിടക്കുന്നത് കാണാനായിട്ട്. വളരെ ക്ലീനാണ്, നീറ്റാണ്. കൈതച്ചക്ക എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാരങ്ങ കിടക്കുന്നുണ്ടോ, നാരങ്ങയും ഈ റോബസ്റ്റ പഴം കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും മദ്യക്കുപ്പികളല്ല, ഇതെല്ലാം ഓയിലുകളാണ്. നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണയും സൺഫ്ലവറും ഒക്കെ പോലെ ഇവിടെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഓയിൽ അവരെടുക്കും കേട്ടോ. ഇത് നമ്മുടെ കടുക്, ജീരകം അങ്ങനെ ഐറ്റംസൊക്കെ. ഇത് നമ്മുടെ ഉപ്പിലിട്ട സാധനങ്ങളാണ് എല്ലാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളിയൊക്കെ അവർ ഉപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ചെറിയ ചുമന്നുള്ളിയൊന്നും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ ഉപ്പിലിട്ടേക്കുന്നത് കണ്ടു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ പറഞ്ഞ ഐറ്റംസ്. എങ്ങനെയാണ് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ കഷായ കുപ്പി നിരത്തി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആണെന്ന് നോക്കിയേ. ഇതൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. നടന്നാലും തീരൂല, അത്രയുണ്ട്. ഭംഗിയുണ്ട് നിരത്തി വെച്ചേക്കുന്നത് കാണാൻ. കൈ വയ്യാണ്ടായപ്പോൾ ഞാൻ താത്തിട്ടു കൈ. വീണ്ടും നമ്മൾ വന്നപ്പോഴത്തേക്കും യോഗേർട്ടിൻ്റെ ഐറ്റംസിലെല്ലാം എത്തി. ഇതൊന്നും എനിക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടുക്കിയിൽ കയറിയപ്പോഴും എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീ, നമ്മുടെ നെസ്കഫെ ഇവിടെ ഉണ്ട്, അതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഉണ്ട് കേട്ടോ.
കാപ്പി സെക്ഷൻ. ഇത് മുട്ട. ദാ ഈ കളേർഡ് മുട്ട കണ്ടോ, അത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് നമുക്കത് പൊട്ടിച്ച് തിന്നാൽ മാത്രം മതി. ഉപ്പും അതിനകത്ത് ഉണ്ടാവും, ഒരു പാക്കറ്റ് ഉണ്ടാവും. ഞാൻ അത് വാങ്ങിയില്ല, സാധാ മുട്ട വാങ്ങിച്ച് വീട്ടിൽ വന്ന് നമുക്ക് പുഴുങ്ങിയാൽ മതിയല്ലോ. പിന്നെ ഇതെന്താണ് ഐറ്റംസ് എന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് എഴുതിയേക്കുന്നത് കണ്ടോ.